നമസ്കാരം. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വാർത്തയുമായി മാതൃഭൂമി. CPMന്റെ നയമാറ്റമാണ് ഈ വാർത്തയിലുള്ളത്. CPI പറയും പോലെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്ന നിലപാടുമായി CPM എത്തുകയാണ്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തി CPM കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് അയച്ച രഹസ്യരേഖയിലാണ് ഈ വിലയിരുത്തൽ ഉള്ളതെന്നാണ് മാതൃഭൂമി വാർത്ത. CPI മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ഫാസിസം വന്നു കഴിഞ്ഞെന്ന് CPI ML നിലപാടെടുത്തു. ഇത് രണ്ടിനെയും തള്ളി അവയിൽ നിന്ന് വ്യത്യസ്തമാണ് CPM നിലപാടെന്ന് രേഖ വ്യക്തമാക്കുന്നുവെന്നാണ് മാതൃഭൂമിയിലെ വാർത്ത വിശദീകരിക്കുന്നത്. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തേത് ക്ലാസിക്കൽ ഫാസിസം എന്നും പിന്നീടുള്ള രൂപങ്ങളെ നവഫാസിസം എന്നും വിശേഷിപ്പിച്ചാണ് പുതിയ നിർവചനം. അന്തസാമ്രാജ്യത്യ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസം എന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് നവഫാസിസം എന്നുമാണ് വിശേഷണം. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യമാക്കി കഴിഞ്ഞു. പാർട്ടി ഘടകങ്ങൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമായി പ്രമേയം പരസ്യമാക്കിയാൽ പിന്നീട് ഒരു കുറിപ്പ് പതിവില്ലെന്നും മാതൃഭൂമി വാർത്തയിലുണ്ട്. RSSന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് പാർട്ടി പരിപാടിയിൽ CPMന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RSS നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണെന്ന് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലും പ്രഖ്യാപിച്ചത്. ഇതിലാണ് മാറ്റം വരുത്തുന്നതെന്നാണ് മാതൃഭൂമി പറയുന്നത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല. ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായി ചിത്രീകരിക്കാനാവില്ല. 10 വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം BJP RSS കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ, കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യം നവഫാസിസത്തിലേക്ക് പോകും. നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചെന്നല്ലെന്നും CPM വിശദീകരിക്കുന്നുവെന്നതാണ് വാർത്ത. ഇതിനോട് CPM പരസ്യമായി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. ഫാസിസം എന്നത് ഒരുതരം സമഗ്രാധിപത്യ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇപ്രകാരമുള്ള ഭരണകൂടങ്ങളുടെ അടിസ്ഥാനം യുദ്ധകേന്ദ്രീകൃത സമീപനം, വീരാരാധന, ഒരു പൊതുശത്രുവിനെതിരെ ഒരു ജനതയെയോ രാഷ്ട്രത്തെയോ ഏകീകരിക്കൽ തുടങ്ങിയ ആശയങ്ങളിൽ ഊന്നിയുറച്ചുകൊണ്ടുള്ളതാണ്. ഇത് പ്രാമാണിത്വ ദേശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തീവ്ര രാഷ്ട്രീയവാദമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJPയെയും RSSനെയും ഫാസിസം എന്ന വാക്കുമായിട്ടായിരുന്നു CPM കൂട്ടിച്ചേർത്തിരുന്നത്. ഇതിൽ മാറ്റമുണ്ടാകുന്നുവെന്നത് കേരളത്തിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും.